أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجعلوا بينه وبين الجنة نسبا ولقد علمت الجنة إنهم لمحضرون. سبحان الله عما يصفون إلا عباد الله المخلصين فإنكم وما تعبدون ما أنتم عليه بفاتنين إلا من هو صال الجحيم وما منا إلا له مقام معلوم وإنا لنحن الصافون وإنا لنحن المسبحون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1561 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാഫാത്തിലെ 158 മുതൽ 166 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجعلوا بينه وبين الجنة نسبا ولقد علمت الجنة إنهم لمحضرون. سبحان الله عما يصفون إلا عباد الله المخلصين فإنكم وما تعبدون ما أنتم عليه بفاتنين إلا من هو صال الجحيم وما منا إلا له مقام معلوم وإنا لنحن الصافون وإنا لنحن المسبحون. صدق الله العلي العظيم. സൂറത്ത് സ്വാഫാത്തിലെ 188 മുതൽ 166 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് സ്വാഫാത്തിന്റെ നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസാന ഭാഗം മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ അവര് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകളെ പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. സൂറത്തിന്റെ തുടക്കം ആ വിധത്തിലായിരുന്നു. അതിനുശേഷം പല ചരിത്ര സംഭവങ്ങളിലേക്കും ശ്രദ്ധ കൊണ്ടുപോയി അവയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മക്കയിലെ ആളുകൾക്ക് അവരുടെ തന്നെ സാഹചര്യങ്ങളെയും നിലപാടുകളെയും വിലയിരുത്താൻ സാധിക്കുന്ന വിധത്തില് കാര്യങ്ങൾ ഉണർത്തി. ഇപ്പോൾ സൂറത്തിന്റെ അവസാന ഭാഗത്ത് വീണ്ടും മക്കയിലെ ആളുകളുടെ വിശുദ്ധ ഖുർആന്റെ ആദ്യ തലമുറയിലെ അഭിസംബോധിതരെ അവര് പിന്തുടരുന്ന നിലപാടുകളും നയങ്ങളും ഒക്കെ വിശുദ്ധ ഖുർആൻ അവരെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അവര് സ്വീകരിക്കുന്ന അവരുടെ നിലപാടുകൾ അത് എത്രത്തോളം ബുദ്ധിപൂർവകമാണ് എന്നത് ആലോചിക്കാൻ വേണ്ടി അവരുടെ തന്നെ അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്ന
ചില കാര്യങ്ങളാണ് നമ്മൾ സൂറത്തിന്റെ അവസാന ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന് പെൺമക്കളാണ്, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നൊക്കെയുള്ള അവരുടെ ജൽപ്പനങ്ങൾ. അങ്ങനെ പറയുക വഴി അവര് അള്ളാഹുവിനെ എത്ര നിസ്സാരനാക്കിക്കൊണ്ടാണ് പരാമർശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അള്ളാഹു ഈ ആയത്തുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ അവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിക്ക് അള്ളാഹു ആ വിധത്തില് മലക്കുകളെ തന്റെ പെൺമക്കളായിട്ടോ അല്ലെങ്കിൽ സ്ത്രീവർഗമായിട്ടോ സൃഷ്ടിച്ചതിന് ഇവര് ദൃക്സാക്ഷികളായിരുന്നു. ആ കാര്യം ഇവരിലേക്ക് നേരത്തെ ഏതെങ്കിലും ഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട വല്ല വേദഗ്രന്ഥത്തിലും അള്ളാഹു അവരോട് പറഞ്ഞിട്ടുണ്ടോ? എന്ത് തെളിവിന്റെയും പിൻബലത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ആളുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുകയുണ്ടായത്, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കപ്പെടുകയുണ്ടായത്. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള ഈ ആയത്തുകളിലെ വിഷയം പരാമർശിക്കപ്പെടുന്നത്. ഇന്ന് വായിച്ചു വെച്ച ആയത്തുകൾ നോക്കാം. വജാലു ബൈനഹു വ ബൈനൽ ജിന്നത്തി നസബ. അവര് അള്ളാഹുവിനും ഈ അദൃശ്യ സൃഷ്ടികൾക്കും ഇടയിലായിട്ട് ഒരു കുടുംബ ബന്ധം തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഒരു വംശബന്ധമുണ്ട് അള്ളാഹുവും ഈ അദൃശ്യ സൃഷ്ടികളും തമ്മിൽ എന്ന വിധത്തിലാണ് അവര് പറഞ്ഞ് നടക്കുന്നത്. ഇവിടെ വജാലു ബൈനഹു വ ബൈനൽ ജിന്നത്തി എന്നാണ് പറയുന്നത്. അള്ളാഹുവിനും അതുപോലെ ഈ ജിന്നത്തിൽപ്പെട്ടവർക്കും ഇടയിൽ, ജിന്നത്ത് എന്നതിന്റെ ഭാഷാപരമായ അർത്ഥം അദൃശ്യ സൃഷ്ടികൾ എന്നാണ്. ഗോചരമല്ലാത്ത, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞു നിൽക്കുന്ന സൃഷ്ടിയെയാണ് ജിന്നത്ത് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ പ്രത്യേക സന്ദർഭത്തില് ഇവിടെ ജിന്നത്ത് എന്ന പദം ഉപയോഗിക്കുന്നത് ജിന്ന് വർഗത്തിൽപ്പെട്ട വ്യക്തികളെയോ വിഭാഗങ്ങളെയോ സൂചിപ്പിക്കാൻ വേണ്ടിയല്ല, ഇവിടെ മലക്കുകളെ പരാമർശിക്കാൻ വേണ്ടിയാണ് ജിന്നത്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് മിക്കവാറും അറിയപ്പെടുന്ന മുഫസ്സിറുകളൊക്കെയും തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭാഷാപരമായി ഈ പദം നൽകുന്ന സൂചനയാണ് ഈ ജിന്നത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അദൃശ്യ സൃഷ്ടി എന്നുള്ള അർത്ഥത്തില്, ദൃഷ്ടിഗോചരമല്ലാത്ത സൃഷ്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ ഏതൊരു കാര്യത്തെ കുറിച്ചാണോ നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിൽ പരാമർശിച്ചിരുന്നത്, അതേ വിഷയം തന്നെയാണ് ഇവിടെ തുടരുന്നത് എന്നർത്ഥം. അത് മലക്കുകളെ കുറിച്ചായിരുന്നു. മലക്കുകളെ അള്ളാഹുവിന്റെ പെൺമക്കളാണ്, അള്ളാഹു അവരെ ഇനാസായിട്ടാണ്, സ്ത്രീകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നൊക്കെ അവര് പറഞ്ഞുകൊണ്ടിരുന്ന, അവര് സങ്കല്പിച്ചിരുന്ന ആ കാര്യത്തെ പറഞ്ഞുകൊണ്ട് അതിനെ വീണ്ടും പരാമർശിച്ചുകൊണ്ടാണ് ഈ ആയത്തുകളിലെ പരാമർശം വരുന്നത് എന്നാണ് ഒട്ടുമിക്ക മുഫസ്സിറുകളും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ തുടർന്ന് പറയുന്ന കാര്യങ്ങള് ജിന്നുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുന്നത് വളരെ അനുചിതമായിട്ട് വരും. അതാണ് അതിന്റെ കാരണം. അങ്ങനെ അല്ലെങ്കിൽ അത് ജിന്നുകളെ കുറിച്ചാണ് എന്ന് സങ്കല്പിക്കാമായിരുന്നു. പക്ഷെ തുടർന്ന് പറയുന്ന കാര്യങ്ങള് ജിന്നുകളെ കുറിച്ച് പറയുന്നതല്ല, മലക്കുകളെ കുറിച്ചാണ് പറയുന്നത് എന്നതാണ് ആ ആശയം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന സംഗതി. അതുകൊണ്ടാണ് മുഫസ്സിറുകളിൽ ഏറെ പേരും ഇത് ജിന്നുകളെ
എന്നല്ല, ഭാഷാപരമായിട്ട് മലക്കുകളും മറഞ്ഞിരിക്കുന്ന അദൃശ്യരായ സൃഷ്ടികളാണ് എന്നതിനാൽ ആ ഒരു തലത്തിലാണ് ഈ പദം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഖുർആൻ മുഫസ്സിറുകളും ഒക്കെ പങ്കുവെക്കുന്ന അഭിപ്രായം. വജാലു ബൈനഹു വ ബൈനൽ ജിന്നത്തി നസബ. അള്ളാഹുവിനും ഈ മലക്കുകൾക്കും ഇടയിലായിട്ട്, ഈ അദൃശ്യ സൃഷ്ടികൾക്കും ഇടയിലായി അവരൊരു വംശബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പുത്രിമാരാണ് അവര് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അത് ഒരു കുടുംബ ബന്ധം സ്ഥാപിക്കുന്ന വിധത്തിലുള്ള ഒരു പരാമർശമാണ്. അള്ളാഹുവും മലക്കുകളും തമ്മിൽ അങ്ങനെ എന്തോ ഒരു രക്തബന്ധമുണ്ട്, ഒരു വംശബന്ധമുണ്ട്, അവരൊരേ ക്ലാനിൽ പെട്ടതാണ് എന്ന വിധത്തിലാണ് ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ യാതൊരു വംശാവലിയും വംശബന്ധവും കുടുംബ ബന്ധവും അള്ളാഹുവും അദൃശ്യ സൃഷ്ടികളായ മലക്കുകളും തമ്മിലില്ല. അള്ളാഹു പ്രപഞ്ച സാകല്യത്തിന്റെ സൃഷ്ടാവാണ്. മലക്കുകള് അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഒരു ഇനമാണ്. ഇതാണ് ബന്ധം. അതല്ലാത്ത അവർക്കിടയിൽ രക്തബന്ധമോ കുടുംബ ബന്ധമോ വംശബന്ധമോ ഒന്നുമില്ല. അത് വ്യാജമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. വജാലു ബൈനഹു വ ബൈനൽ ജിന്നത്തി നസബ. അവര് അള്ളാഹുവിനും ഈ അദൃശ്യ സൃഷ്ടികൾക്കും ഇടയിൽ ഒരു വംശബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ്. വലഖദ് അലിമത്തിൽ ജിന്നത്തു. എന്നാൽ ഈ അദൃശ്യ സൃഷ്ടികൾക്ക് നന്നായിട്ട് അറിയാം. ഇന്നഹും ലമുഹ്ളറൂൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകള് ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും എന്ന്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ ജിന്നത്തിലെ ഇവിടെ അദൃശ്യ സൃഷ്ടികളായ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന മലക്കുകളെ സംബന്ധിച്ചിടത്തോളം, മാലാഖമാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പേരിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും മുഹ്ളറൂനായിരിക്കും, ഹാജരാക്കപ്പെടുന്നവരായിരിക്കും. ഹാജരാക്കപ്പെടുന്നത് വെറുതെ അല്ല, അവര് വിചാരണ ചെയ്യപ്പെടുന്നതിനും അവർക്ക് ശിക്ഷ നൽകുന്നതിനുമായിട്ട് ഹാജരാക്കപ്പെടുന്നതാണ് എന്ന കാര്യം മലക്കുകൾക്ക് നന്നായിട്ട് അറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു ആശയക്കുഴപ്പവുമില്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ, പ്രത്യേകിച്ച് മക്കയിൽ അന്ന് അഭിസംബോധന ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾ അള്ളാഹുവിനും ഈ അദൃശ്യ സൃഷ്ടികൾക്കും ഇടയിൽ ഒരു വംശബന്ധം സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. അള്ളാഹു അവരുടെ പിതാവ്, ഈ മലക്കുകൾ അവരുടെ അള്ളാഹുവിന്റെ പുത്രിമാര് എന്നൊക്കെയുള്ള നിലക്കുള്ള ഒരു നസബ്, ഒരു കുടുംബ ബന്ധം, വംശബന്ധം അവര് പറഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ വലഖദ് അലിമത്തിൽ ജിന്നത്തു. ഈ അദൃശ്യ സൃഷ്ടികളായ മലക്കുകൾക്ക്, ജിന്നത്തിന് അറിയാം, അവരറിഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ടും അവർക്ക് അതിനെ കുറിച്ച് ധാരണയുണ്ട്. ഇന്നഹും ലമുഹ്ളറൂൻ. ഈ കൂട്ടർ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും ഹാജരാക്കപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണക്കും ശിക്ഷക്കും വേണ്ടി ഹാജരാക്കപ്പെടുന്നതാണ് എന്ന കാര്യം നന്നായിട്ട് അറിയുന്നവരാണ് മലക്കുകൾ. സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അവര് ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനൊക്കെ അതീതനായി എല്ലാ നിലക്കും തികവുള്ളവനും പരിശുദ്ധിയുള്ളവനും വാഴ്ത്തപ്പെടേണ്ടവനുമാണ് അള്ളാഹു. ഈ ആളുകൾ പലതും അവർക്ക് വായിൽ തോന്നിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനെ കുറിച്ച്. അള്ളാഹുവിന് പുത്രിമാരുണ്ട്, മലക്കുകൾ അള്ളാഹുവിന്റെ പുത്രിമാരാണ്, അള്ളാഹു അവരുടെ പിതാവാണ് എന്നൊക്കെയുള്ള വിധത്തിലുള്ള അവരുടെ സംസാരം. ഈ വക അടിസ്ഥാനരഹിതമായ ജൽപ്പനങ്ങൾ, ഈ ജൽപ്പനങ്ങൾക്കൊക്കെ അതീതനായിട്ട് അവര് ആ ജൽപ്പനങ്ങളിലൂടെ അള്ളാഹുവിന്റെ മേൽ ആരോപിക്കുന്ന പരിമിതികളുടെ ഒക്കെ അതീതനായി തികവാർന്നവനാണ്, ന്യൂനതയില്ലാത്തവനാണ്, അതുപോലെ പരിശുദ്ധിയുള്ളവനാണ് അള്ളാഹു എന്നതാണ് യാഥാർത്ഥ്യം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അങ്ങേയറ്റം പരിശുദ്ധനാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് പോരായികകളില്ലായിക എന്നതാണ്. അവന് ഒരു കാര്യത്തിലും എന്തെങ്കിലും പോരായികയുള്ളവനല്ല.
എല്ലാ കാര്യത്തിലും തികവുള്ളവനും എല്ലാം അതിന്റെ പൂർണ്ണതയിലുള്ളവനുമാണ് അള്ളാഹു എന്നതാണ്. അവന്റെ മേൽ എന്തെങ്കിലും ഒരു കുറവ്, പോരായിക, ന്യൂനത ആർക്കും ആരോപിക്കാൻ സാധ്യമല്ല. ഒരു മക്കൾ ഉണ്ടാവുക, പെൺമക്കൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് അത് ഓരോരുത്തരുടെയും മനുഷ്യ സഹജമായ ചില ചാപല്യങ്ങളുടെ ഭാഗമാണ്. മക്കള് എല്ലാവർക്കും തന്നെ ഒരു സോഫ്റ്റ്നെസ് ആണ്. അതില് ചില ദൗർബല്യങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മക്കൾ ഇല്ലാതായാൽ, ഉള്ള മക്കളെ നഷ്ടപ്പെട്ടാൽ, മക്കൾ ഉണ്ടാവാതിരുന്നാൽ, ഇതൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ മനസ്സിനെ താളം തെറ്റിക്കുന്ന അനുഭവങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത്, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു നിലക്ക് പറഞ്ഞാൽ ഒരു വീക്ക്നെസ് ആണ്. എന്നാൽ അള്ളാഹുവിന് അങ്ങനെയുള്ള വീക്ക്നെസ് ഒന്നുമില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന എന്തും സൃഷ്ടിക്കാൻ കഴിയുന്നവനാണ്. അതുകൊണ്ട് അങ്ങനെ മനുഷ്യനെ പോലെ മക്കള്, കുടുംബം, വാപ്പ, ഉമ്മ അങ്ങനെയുള്ള ഒരു നെസബ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും അചിന്ത്യമായ, അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. മക്കയിലെ ആളുകള് അള്ളാഹുവിനെ അവരെ പോലെ സങ്കല്പിച്ചുകൊണ്ട് അള്ളാഹു വാപ്പയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് മക്കളുണ്ട് എന്നൊക്കെയുള്ള വിധത്തിലുള്ള വളരെ അബദ്ധജടിലമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾക്കൊക്കെ അതീതനായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധി നിലക്കൊള്ളുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അള്ളാഹു സുബ്ഹാനാണ്. ഇവര് പറയുന്ന കാര്യത്തിലും സുബ്ഹാൻ തന്നെയാണ്. ഇവർ അള്ളാഹുവിന്റെ പേരിൽ ആരോപിക്കുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലും അള്ളാഹു പരിശുദ്ധനും തികവാർന്നവനുമാണ്, സുബ്ഹാനാണ്. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഈ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പല ജൽപ്പനങ്ങളും നടത്തുന്ന ആളുകളുണ്ടല്ലോ, അത് ആരാണ് അങ്ങനെ നടത്തുന്നത്? അത് ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. അള്ളാഹുവിന്റെ പ്രത്യേകം അവന് തിരഞ്ഞെടുത്ത, അവന് ഇഷ്ടപ്പെട്ട അവന്റെ ദാസന്മാരുണ്ടല്ലോ, അവരൊരിക്കലും അങ്ങനെ ചെയ്യൂല. അവരല്ലാത്തവരാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ, അള്ളാഹുവിനോട് ഏറ്റവും ആത്മാർത്ഥമായ ഒരു സമർപ്പണത്തിന്റെ ബന്ധം ഉണ്ടാക്കിയെടുത്ത ആളുകൾ ഒഴികെ ഉള്ളവരാണ് ഇങ്ങനെ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച് അവന് വംശബന്ധങ്ങൾ ആരോപിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നത് ഈ മുഖ്ലസുകളായ ഇബാദുകൾ ഒഴികെയുള്ളവരാണ്. ഇല്ലാ ഇബാദ് അല്ലാഹിൽ മുഖ്ലസീൻ. അള്ളാഹുവിന്റെ ഈ നിഷ്കളങ്കരും അതുപോലെ അള്ളാഹുവിന്റെ പ്രത്യേകക്കാരുമായ, അള്ളാഹുവിന് വളരെയേറെ തൃപ്തിയുള്ള അവന്റെ ഇബാദുകളുണ്ട്, അവന്റെ ദാസന്മാരുണ്ട്. അവരാരും തന്നെ ഇങ്ങനെ പറയൂല. അവരല്ലാത്തവരാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫൈന്നകും വമാ തഅബുദൂൻ. എന്നിട്ട് അതിനെ തുടർന്ന് പറയുകയാണ്, നിങ്ങളും നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവയും ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ആരാധനയും, നിങ്ങൾ ദിവ്യത്വമുള്ളവരെന്ന് സങ്കല്പിച്ചുകൊണ്ട് മലക്കുകളെ ആരാധിക്കുന്നു, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണല്ലോ. അപ്പോ നിങ്ങളും നിങ്ങളുടെ ഈ ആരാധനയും, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരും മാ അൻതും അലൈഹി ബിഫാത്തിനീൻ. നിങ്ങൾ ആരും തന്നെ അവനെ ഒരു ഫിത്നയിലും അകപ്പെടുത്താൻ പോകുന്നില്ല. നിങ്ങളുടെ ആരാധന അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ തന്നെയും, അതൊന്നും തന്നെ അള്ളാഹുവിനെ ഒരു പോറലും ഏൽപ്പിക്കാൻ പോകുന്നില്ല എന്നാണ് തുടർന്ന് പറയുന്നത്. അപ്പോ ഇല്ലാ മൻ ഹുവ സ്വാലിൽ ജഹീം, നരകത്തിൽ പ്രവേശിക്കും എന്ന വിധത്തിൽ തീരുമാനമുള്ളവരല്ലാതെ ഒരാളെയും ഫിത്നയിൽ അകപ്പെടുത്താൻ നിങ്ങൾക്കും നിങ്ങളുടെ ആരാധനയ്ക്കും സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഫൈന്നക്കും, തീർച്ചയായിട്ടും നിങ്ങൾ, വമാ തഅബുദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവയും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇബാദത്ത്, നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ
ആരാധനയുണ്ടല്ലോ, അനർഹരായവർക്കുള്ള ആരാധന, നിങ്ങളുടെ ആ നിലപാടും നിങ്ങളും നിങ്ങളുടെ ഈ വിവാദത്തും, അല്ലെങ്കിൽ നിങ്ങൾ വിവാദത്ത് ചെയ്യുന്ന ആളുകൾ, അവയും തന്നെ മാ അൻതും അലൈഹി ബിഫാത്തിനീൻ, ഒരു നിലക്കും ഫിത്ന ഉണ്ടാക്കാൻ കഴിയുന്നതല്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് ആരുടെ മേലാണ് ഫിത്ന ഉണ്ടാക്കാൻ കഴിയുക? ആരെയാണ് കുഴപ്പത്തിൽ ചാടിക്കാൻ സാധിക്കുക? ഇല്ലാ മൻ ഹുവ സ്വാലിൽ ജഹീം, ജഹീമിൽ പ്രവേശിക്കുന്ന ചിലരുണ്ട്, അവരൊഴികെ മറ്റുള്ളവരുടെ മേൽ നിങ്ങൾക്ക് യാതൊരു ഫിത്നയും ഉണ്ടാക്കാൻ കഴിയില്ല. ജഹന്നമിൽ പ്രവേശിക്കുന്ന, ജഹീമിൽ പ്രവേശിക്കുന്ന, നരകത്തിൽ പ്രവേശിക്കുമെന്ന് തീരുമാനമുള്ള ആളുകളുണ്ട്. അവരുടെ മേൽ നിങ്ങൾക്ക് പല സ്വാധീനവും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ അവരെ ഫിത്നയിൽ അകപ്പെടുത്തിന്ന് വരും, നിങ്ങൾ അവരെ നരകത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം ചെയ്തെന്ന് വരും. പക്ഷെ അള്ളാഹുവിന്റെ മുഖലസുകളായ ഇബാദുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു പോറലും ഏൽപ്പിക്കാൻ, ഒരു പരിക്കും അവർക്ക് വരുത്താൻ, അവരെ ഒരു ഫിത്നയിലും അകപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഫാത്തിനുകളല്ല തന്നെ. ഫാത്തിൻ എന്ന് പറഞ്ഞ ഫിത്നയിൽ അകപ്പെടുത്തുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങളുടെ ഈ വഴിവിട്ട അടിസ്ഥാനരഹിതമായ വ്യാജമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആരാധനയുണ്ടല്ലോ, നിങ്ങളുടെ നിലപാടും നിങ്ങളുടെ ആരാധനയും ഒക്കെ, അതുകൊണ്ടൊന്നും ഒരാളെയും പിഴപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ ആരെ പിഴപ്പിക്കുകയുള്ളൂ? സാലുൽ ജഹീമിനെ മാത്രമേ നിങ്ങൾക്ക് പിഴപ്പിക്കാൻ കഴിയുള്ളൂ. സാലുൽ ജഹീം എന്ന് പറയുന്നത് നരകത്തിൽ പ്രവേശിക്കുന്നവർ എന്നാണ്. അപ്പൊ നരകത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ചില ആളുകളുണ്ട്. അവരെ നിങ്ങൾക്ക് വഴിപിഴപ്പിക്കാൻ കഴിയുമെന്നല്ലാതെ അള്ളാഹുവിന് ഇബാദുകളായിട്ട് കഴിയുന്ന അള്ളാഹുവിന്റെ ഇബാദുകൾക്ക് എന്തെങ്കിലും വിധത്തില് ഒരു ഫിത്ന ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് ഈ അള്ളാഹുവിന്റെ പേരിൽ കുടുംബ ബന്ധം, വംശബന്ധമൊക്കെ ആരോപിക്കുകയും വളരെ പരസ്യമായി ശിർക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു അവരോടായിട്ട് പറയുന്നത്. നിങ്ങൾക്കൊരു ഫിത്നയും അള്ളാഹുവിന്റെ ഇബാദുകളുടെ മേൽ ഉണ്ടാക്കാൻ കഴിയില്ല. നരകത്ത് പോകും എന്നുള്ള നിശ്ചയിച്ചിട്ടുള്ള ചില ആളുകളുണ്ട്. ആ ആളുകളെ അല്ലാതെ നിങ്ങൾക്ക് മറ്റാരെയും സ്വാധീനിക്കാനോ ഫിത്നയിൽ അകപ്പെടുത്താനോ കഴിയുകയില്ല. വമാ മിന്ന ഇല്ലാ ലഹു മഖാമും മഅലൂം. എന്നിട്ട് തുടർന്ന് മലക്കുകൾ പറയുകയാണ്, നിങ്ങൾ കരുതിയ പോലെ അല്ല. വമാ മിന്ന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുമില്ല. എന്താണത്? വമാ മിന്ന ഇല്ലാ ലഹു മഖാമും മഅലൂം, അവന് അറിയപ്പെടുന്ന ഒരു സ്ഥാനമുള്ളവനായിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ മലക്കുകളിൽ ഓരോരുത്തർക്കും അള്ളാഹു ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. എല്ലാ സ്ഥാനങ്ങളും ഉത്തരവാദിത്തങ്ങളാണ് കേട്ടോ. അപ്പൊ മലക്കുകളുടെ കാര്യത്തില് അള്ളാഹു ഓരോ മലക്കിനും ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ആ ഡ്യൂട്ടി കാരണമായിട്ടുണ്ടാകുന്ന ഒരു പദവി, ഒരു സ്ഥാനമാണ് അവർക്കുള്ളത്. അത് ലംഘിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആ നിർദ്ദേശത്തെ പാലിക്കാതെ ഒരു തരിമ്പ് പോലും അത് അവഗണിച്ചുകൊണ്ട് നീങ്ങുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അവരങ്ങനെ ഒരു സംഗതി ആലോചിക്കാൻ പോലും കഴിയുന്നവരല്ല. അതാണ് മലക്കുകളുടെ സൃഷ്ടിപ്പിന്റെ ഒരു പ്രത്യേകത. അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നത് അവർക്ക് സാധ്യമല്ല. അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കാൻ ആലോചിക്കാൻ പോലും അവർക്ക് സാധ്യമല്ല. കാരണം അത്തരം ആലോചനകള് ഏറ്റവും ദൗർഭാഗ്യകരമായ, അപകടകരമായ സംഗതിയാണ് എന്ന് ബോധ്യമുള്ളവരാണ് മലക്കുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ആ വിഷയങ്ങളിൽ ഒരു പുനരാലോചന വേണ്ടി വരുന്നില്ല, അവർക്കത് സാധിക്കുകയുമില്ല. അള്ളാഹു ഒരു മഖാമ് കൊടുത്ത് ഓരോരുത്തരെയും ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ പദവിയാണ്, ഓരോ സ്ഥാനമാണ്, ഓരോ പൊസിഷനാണ്. അത് അള്ളാഹു അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും പദവിയും ഒക്കെയാണ്. അതിനെ ലംഘിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ മലക്കുകളിൽ ഒരാളും തന്നെ മുതിരുകയില്ല. വമാ മിന്ന ഇല്ലാ ലഹു മഖാമും മഅലൂം, ഞങ്ങളുടെ കൂട്ടത്തില് ഒരാളുമില്ല. ഇല്ലാ ലഹു മഖാമും മഅലൂം,
അവന് അറിയപ്പെടുന്ന ഒരു പദവി, ഒരു സ്ഥാനം ഉള്ള വിധത്തിലല്ലാതെ. എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സൃഷ്ടിപ്പും അവരുടെ ജീവിതവും ഒക്കെ അങ്ങനെയാണ്. അള്ളാഹു അവരെ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായിട്ട് നിലകൊള്ളാനാണ്. അവരൊരിക്കലും തന്നെ അള്ളാഹുവിനോട് കലാപം ചെയ്യുകയില്ല, അനുസരണക്കേട് കാണിക്കുകയില്ല. ഓരോരുത്തരെയും ഓരോ ചുമതല അള്ളാഹു ഏൽപ്പിച്ചുകൊണ്ട് അവർക്കൊരു പദവി നൽകിയിട്ടുണ്ട്. ആ പദവിയെ ലംഘിച്ചുകൊണ്ട്, ആ ചുമതല അവഗണിച്ചുകൊണ്ട് എന്തെങ്കിലും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. വ ഇന്നാലഹു വ ഇന്നാലനഹ്നു സ്വാഫൂൻ. എന്നിട്ട് തുടർന്ന് മലക്കുകൾ പറയാണ്, ഞങ്ങൾ അണിനിരക്കുന്നവരാണ്. അള്ളാഹുവിന് വേണ്ടി സ്വഫായി അണിനിരന്ന് അവൻ നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സജ്ജരായി നിൽക്കുന്നവരാണ്. വ ഇന്നാലനഹ്നു സ്വാഫൂൻ. ഇതൊന്നും ജിന്നുകളെ കാര്യത്തിൽ ബാധകമല്ല. ജിന്നുകൾ മനുഷ്യരെ പോലെ സ്വാതന്ത്ര്യമുള്ള, സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന അദൃശ്യ സൃഷ്ടികളാണ്. എന്നാൽ മലക്കുകൾ അങ്ങനെയല്ല. മലക്കുകൾ അദൃശ്യ സൃഷ്ടികളാണ്. പക്ഷെ മനുഷ്യരെ പോലെ സ്വതന്ത്രമായി ചിന്തിച്ച് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രകൃതമുള്ള ജിന്നുകളെ പോലെ ഉള്ളവരല്ല. ജിന്നുകളും മനുഷ്യരും ഇക്കാര്യത്തിൽ ഒരുപോലെയാണ്. അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കും. അള്ളാഹുവിന് ഇഷ്ടമുള്ളതും ചെയ്യാം, ഇഷ്ടമില്ലാത്തതും ചെയ്യാൻ കഴിയും. മലക്കുകളുടെ കാര്യം അങ്ങനെയല്ല. മലക്കുകള് അള്ളാഹു വളരെ വിശിഷ്ടരായ സൃഷ്ടികളായിട്ട് അവരെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അവർക്കൊരിക്കലും തന്നെ അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കാനോ അനുസരണക്കേട് കാണിക്കാനൊന്നും കഴിയില്ല. അവർക്ക് അള്ളാഹു ഉന്നതമായ ചില പദവികൾ നൽകിയിട്ടുണ്ട്. ആ ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് ആ പദവികളിൽ ആണ് അവരുള്ളത്. എന്നിട്ട് മലക്കുകൾ സ്വയം അവരുടെ അവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, വ ഇന്നാലനഹ്നു സ്വാഫൂൻ. ഞങ്ങളുണ്ടല്ലോ അണിനിരക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്, അണിനിരന്നവരാണ്, സ്വഫായിട്ട് നിലകൊള്ളുന്നവരാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തെങ്കിലും ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയേ വേണ്ടതുള്ളൂ. അത് നടപ്പിലാക്കാൻ, ആ നിമിഷം തന്നെ നടപ്പിലാക്കാൻ സജ്ജരായി നിൽക്കുന്ന സോഫൂനാണ് ഞങ്ങള് എന്നാണ് അവർ പറയുന്നത്. വ ഇന്നാലനഹ്നുൽ മുസബ്ബിഹൂൻ. മാത്രവുമല്ല ഞങ്ങള് മുസബ്ബിഹുകളുമാണ്. എപ്പോഴും അള്ളാഹുവിന് തസ്ബീഹ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ് എന്ന് നിരന്തരം ഞങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾക്ക് അതാണ് ആനന്ദം. ഞങ്ങളുടെ നിലനിൽപ്പിന്റെ, ഞങ്ങളുടെ അതിജീവനത്തിന്റെ തന്നെ ഞങ്ങളുടെ നിലനിൽപ്പ് അർത്ഥപൂർണമാവുന്നത് തന്നെ ഞങ്ങള് മുസബ്ബിഹുകളാണ്, അതുപോലെ സോഫൂനാണ് എന്നതിനാലാണ്. മുസബ്ബിഹുകളാണ് അവർ. മുസബ്ബിഹുകൾ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട ഘട്ടത്തില് അദ്ദേഹം മുസബ്ബിഹായിരുന്നു. മുസബ്ബിഹുകളിൽ പെട്ടവനായിരുന്നില്ലെങ്കിൽ അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പ് നാള് വരെ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ തങ്ങേണ്ടി വരുമായിരുന്നു എന്നാണല്ലോ നമ്മൾ ഏതാനും ആയത്തുകൾക്ക് മുകളിലായിട്ട് വായിക്കുകയുണ്ടായത്. മുസബ്ബിഹായിരുന്നില്ലെങ്കിൽ, യൂനുസ് അലൈഹിസ്സലാം മുസബ്ബിഹാണ്, അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. നേരത്തെയും ആയിരുന്നു. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട ഘട്ടത്തില് തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നായിരുന്നു മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടക്കുന്ന അവസ്ഥയിൽ യൂനുസ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഇവിടെ മലക്കുകൾ അവരെ കുറിച്ച് തന്നെ പറയുന്നത് ഞങ്ങള് സോഫൂനാണ്, മുസബ്ബിഹൂനാണ് എന്നാണ്. സോഫൂൻ എന്ന് പറഞ്ഞാൽ അണിനിരക്കുന്നവർ. അണിനിരക്കുന്നത് ഒരു സൈനിക ഡ്രില്ലിന്റെ ഭാഗമാണ്, മിലിറ്ററി ഡ്രില്ലിന്റെ ഭാഗമാണ്. എന്തിനാണ് അത് അണിനിരക്കുന്നത്? എല്ലാ ദിവസവും അവര് അണിനിരക്കുകയാണ്, എന്നിട്ട് ചില അഭ്യാസങ്ങളൊക്കെ ചെയ്യുകയാണ്. എന്തിനാണത്? കമാൻഡറുടെ കൽപ്പന ഉണ്ടാകുമ്പോ ആ നിമിഷം തന്നെ അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സജ്ജരാണ്
എന്ന കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ദിനേന ഈ അണിനിരക്കലൊക്കെ നടത്തുന്നത്. ഇവിടെ മലക്കുകൾ അള്ളാഹുവിന് സേവനം അർപ്പിക്കുന്നതിന് സജ്ജരായി നിലകൊള്ളുകയാണ് എന്ന കാര്യം സ്വയം പ്രഖ്യാപിക്കുന്ന വിധത്തിൽ അവര് അണിനിരന്ന് നിലകൊള്ളുന്നവരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. സോഫൂനാണ്. അതേപോലെ ഇന്നാലനഹ്നു സോഫൂൻ വ ഇന്നാലനഹ്നുൽ മുസബ്ബിഹൂൻ. ഈ അണിയായി നിൽക്കുമ്പോഴും അവര് തസ്ബീഹ് ചെയ്യുന്നവരാണ് മലക്കുകൾ. അവരെ അള്ളാഹുവിന്റെ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് അവരുടെ ആനന്ദം തന്നെ. അപ്പോ അള്ളാഹുവിന് നിർബന്ധിതമായിട്ട് സേവനം അനുഷ്ഠിക്കുക എന്ന അവസ്ഥ എല്ലാവർക്കും ഉള്ളത്. തീർച്ചയായിട്ടും അവരെ സൃഷ്ടിച്ചത് തന്നെ അതിനു വേണ്ടിയാണ്, അള്ളാഹുവിന് സേവനങ്ങൾ അർപ്പിക്കുന്നവരായി നിലകൊള്ളാനാണ്. എന്നാൽ അങ്ങനെ സേവനങ്ങൾ അർപ്പിക്കുന്നതിൽ അങ്ങേയറ്റം ആനന്ദം അനുഭവിക്കുന്നവർ കൂടിയാണ് അവര്. അതാണ് അതിന്റെ പ്രത്യേകത. അനിഷ്ടത്തോടു കൂടി പിറുപിറുത്തുകൊണ്ട് എന്തെങ്കിലും സേവനം ചെയ്യുന്ന ഒരു നിലപാടല്ല മലക്കുകൾക്കുള്ളത്. അവര് സ്വമേധയാ തന്നെ സോഫൂനാണ്, മുസബ്ബിഹുകളുമാണ്. ഇതാണ് പറയുന്ന കാര്യം. അപ്പോ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. 158 മുതൽ 166 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഈ സൂറത്ത് 1-2 സെഷൻ കൂടി മാത്രമേ ഈ സൂറത്തിന്റെ പഠനം പൂർത്തിയാക്കാൻ വേണ്ടി വരികയുള്ളൂ എന്നാണ് ഞാൻ സങ്കല്പിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.